ഹായ്, അങ്ങനെ നമ്മുടെ ഗ്രേപ്പിന്റെ ട്രിമ്മിങ് ഒക്കെ കഴിഞ്ഞു. ആ ചെയിൻസോ ഒക്കെ കൈ കിട്ടിയപ്പോഴത്തേനും ഇച്ചിരി എക്സൈറ്റ്മെന്റ് കൂടിയോ എന്ന് എനിക്ക് സംശയം. ട്രിം ചെയ്തിട്ട് ഇപ്പൊ ഗ്രേപ്പിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഇത് വീണ്ടും തളുത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു 10-20 വർഷമായിട്ട് നമ്മുടെ യാർഡിൽ നിൽക്കുന്ന ഗ്രേപ്സ് ആണ്. അതിന്റെ ആവശ്യത്തിനുള്ള വേരും പടലങ്ങളൊക്കെ ശരിക്കും ഉണ്ട്. അത് കാരണം തളുത്തു വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തൊക്കെയായാലും കൂടെ നിൽക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെക്കുക. ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കാം. ഇതിൻ്റെ ട്രിം ചെയ്ത സിറ്റുവേഷൻ ഇപ്പോൾ ഇതാ. ഇതിൻ്റെ സിറ്റുവേഷൻ 90% കൂടുതൽ ട്രിം ചെയ്തു. ഞാൻ അന്ന് പറഞ്ഞ വൈറസ് ഇൻഫെക്ഷൻ ആണ്. വൈറസ് സത്യം പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ. അത് വൈറസ് എന്ന് ഞാൻ അവദോഷം പറഞ്ഞു പോയത്. ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെക്കമെൻഡേഷൻ 90% കൂടുതൽ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് പുതിയ തളർപ്പുണ്ടാകുമ്പോൾ ആ ഇൻഫെക്ഷൻ മാറിക്കോളും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ മുന്തിരി പഴുത്തു വരുമ്പോഴത്തേനും അതിൻ്റെ കറുത്ത പൊട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് വന്നത്. പിന്നെ അതിങ്ങനെ കൊഴിഞ്ഞു പോകും. അതാണ് അതിൻ്റെ സിംറ്റം വന്നുകൊണ്ടിരുന്നത്. എന്തൊക്കെയാലും ട്രിം ചെയ്ത് വെച്ചിട്ട് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബുദ്ധിമുട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കളയാന്നുള്ള. വേസ്റ്റ് ഇതുപോലെ ചെറിയ ബണ്ടിലാക്കിയിട്ട് കെട്ടി നമ്മൾ വെച്ചാൽ ഈ ഒരു ഗാർബേജ് പിക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിനും ചെറിയ പീസൊക്കെ ഇതുപോലെ പേപ്പർ ബാഗുകളായിട്ട് ഫില്ല് ചെയ്യണം. ഇങ്ങനെ പേപ്പർ ബാഗുകളായിട്ട് ഫില്ല് ചെയ്താലേ യാർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞ് സിറ്റിക്കാർ എടുത്തിട്ട് പോവുള്ളൂ. ആഴ്ചയിൽ 1 ദിവസവും 2 ദിവസവും ഒക്കെ വന്ന് അവർ പിക്ക് ചെയ്യുമ്പോൾ അവരിങ്ങനെ കെട്ടിവെച്ച മാത്രം എടുത്തിട്ട് പോകണം. നമ്മൾ വാരിയിട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഇത് കത്തിക്കാനൊന്നും പറ്റിയല്ല. ഇങ്ങനെ നമ്മൾ യാടി വെച്ച് കത്തിക്കണമൊക്കെ ഇല്ലീഗലാണ്. പിന്നെ തെങ്ങിൻ്റെ മൂടിലേക്ക് കൊണ്ടിടാൻ ഇവിടെ തെങ്ങുമില്ല, തെങ്ങിന് മൂടുമില്ല. ഇവിടുന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ, അതായത് അമേരിക്കയിൽ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകും. നിങ്ങൾ ഈ ഭൂരിപക്ഷം ആൾക്കാർ ഇങ്ങനെ കൃഷി ചെയ്യേണ്ടതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. നാട്ടിലുള്ള ആൾക്കാർക്കും ഗൾഫിലുള്ള ആൾക്കാർക്കും കാണാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോട്ടെ എന്ന് കരുതി. എന്തൊക്കെയാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.